ലഹരി ഉപയോഗിച്ച് വയലന്റായ രീതിയിലാണ് യുവാക്കളുടെ വേളം വെച്ചത്. കോളേജ് കഴിഞ്ഞ് വരികയായിരുന്ന അനശ്വര ബാലനെയാണ് പ്രതികൾ ഇവിടെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. അയ്യോ, നമ്മുടെ അനു. പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ചീഫ് എഞ്ചിനീയർ ഇതുവഴി വരുന്നതും സംഭവത്തിൽ അതിസാഹസികമായി ഇടപെട്ടതും. നമുക്ക് ദൃക്സാക്ഷികളോടും പോലീസോടും ചോദിക്കാം. സാർ, എന്താണ് ഉണ്ടായത്? ശ്രേയമടമാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത്. ഞങ്ങൾ അല്ല, തുണിക്കച്ചക്കാരി എങ്ങനെ അവിടെ വന്നേ? എവിടെ വലിഞ്ഞുകയറി ചെല്ലുന്ന സ്വഭാവം ഉണ്ടല്ലോ അവക്ക്. തനിക്ക് ഇതിന്റെ ക്രെഡിറ്റ് ഒന്നും വേണ്ടാന്ന രീതിയിലാണ് ഇവിടെ നിൽക്കാതെ മേഡം പോയത്. ഇത് ചാരുലത, യുവാക്കൾ ഉപദ്രവിക്കാൻ ശ്രമിച്ച അനശ്വര ബാലന്റെ ചേച്ചിയാണ്. എന്താണ് ചേച്ചി ഉണ്ടായത്? ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അപ്പോഴാണ് ഇവന്മാർ അനുമോളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന കണ്ടത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്ന് നിലവിളിച്ചപ്പോഴാണ് ശ്രേയ മാഡം ഇതുവഴി വന്നതും ഇവന്മാരെ തല്ലി താഴെയിട്ട് മരത്തിൽ കെട്ടിയിട്ടതും. അത് കഴിഞ്ഞ് മാഡം പോലീസിൽ അറിയിച്ചിട്ട് പോവായിരുന്നു. ഈ വീട് കുളം തോണ്ടം നടക്കാണ് എന്റെ മേഡമെന്നായിരുന്നല്ലോ ഇവിടുത്തെ എല്ലാരും പരാതി. ഇപ്പൊ കണ്ടില്ലേ, രക്ഷക എന്റെ മേഡം, ഈ വീടിന്റെ രക്ഷക. ഇത്തരം വിഷയങ്ങളിൽ കണ്ട് മനസ്സിലാക്കട്ടെ. തുണിക്കച്ചവടക്കാരിക്ക് ഒരു കാര്യം മനസ്സിലായി. പ്രധാനമായും കേട്ടില്ലേ പറഞ്ഞത്? കേന്ദ്രീകരിച്ചുള്ള ലഹരി വിൽപ്പനയും ഇതര സംസ്ഥാന തൊഴിലാളികൾ വഴിയുള്ള രാസലഹരി കടത്തുമാണ് പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളത്. ഇതിനോടകം 60 ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുക്കുകയും നിരവധി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബാലമ്മേ, ചരുമോളെ, ഞാനിപ്പോ ന്യൂസിൽ കണ്ടു അനുമോള്. പേടിക്കാനൊന്നുമില്ല ബാലമാമേ. ന്യൂസിൽ പറയുന്ന പോലെ ശ്രേയ വന്ന് രക്ഷിച്ചു. എന്നിട്ട് അനുമോളിപ്പോ എവിടെയാ? എന്റെ കൂടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. അച്ഛാ, എനിക്കൊരു കുഴപ്പമില്ല. ആദ്യം ഞാൻ പേടിച്ചുപോയി, പിന്നെ ചാരുചേച്ചി വന്നെന്നെ, അല്ല ശ്രേയട്ടത്തി വന്നെന്നെ രക്ഷിച്ചു. ഞങ്ങൾ വീടെത്താറായി അച്ഛാ. ആ ശരി മോളെ. അവരെവിടെ ബാല? വന്നോണ്ടിരിക്കുക, എത്താറായി. സമാനമായ സംഭവമാണ് ഉണ്ടായത്. അത് ശരി. കാക്കോത്തിയെ കാണുന്നില്ലല്ലോ, എത്തിയില്ലേ? അക്കുച്ചേട്ടാ. ചാരു, നീ എവിടെയാ? ഞാൻ അമ്പലത്തിലെത്തി. അയ്യോ അക്കുച്ചേട്ടാ, ഞാൻ അമ്പലത്തിൽ വരുന്നില്ല, ഇപ്പൊ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവോ. എന്തുപറ്റി? അനുമോൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? എന്നിട്ട് അനുമോളോടെ? ടെൻഷൻ ആവണ്ട, അനുമോൾ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. അനുമോൾക്ക് ഒരു കുഴപ്പമില്ല. അക്കുച്ചേട്ടൻ പെട്ടെന്ന് വീട്ടിലേക്ക് വാ. ശരി.